തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയം നിറഞ്ഞവരെ, ക്രിസ്തീയ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ്. നമ്മൾ വലിയ പള്ളികൾ പണിയുന്നതോ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനാ മുറികൾ തയ്യാറാക്കുന്നതോ അല്ല ക്രിസ്തീയ ജീവിതം. അത് നമ്മളുടെ ജീവിത സാക്ഷ്യം കൊണ്ട് അടിവരയിട്ട് ഉറപ്പിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. നമ്മെ കാണുന്നവർ പറയണം, ഇവൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്, ഇവൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവളാണ്. ആദിമസഭയിൽ പീഡന സമയത്ത് അപ്പോസ്തലന്മാർ ചിതറിക്കപ്പെട്ടു എന്നാണ് പറയുക. ഈ ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ അവർ കൂടെ കൊണ്ടുപോയത് ഒരു സമ്പത്ത് മാത്രമാണ്, അതവരുടെ വിശ്വാസമായിരുന്നു. ഈ വിശ്വാസം അവർ ജീവിച്ചു. ആ ജീവിതം കണ്ട് പലരും ക്രിസ്തീയ സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇന്നും ഒത്തിരി പേര് ഈ വിശ്വാസം ജീവിക്കുന്നവരായിട്ട് ഉണ്ട്, നമ്മളുടെ ഇടയിലുമുണ്ട്. ഞാനായിരിക്കുന്ന ഇടവകയിൽ ഒരു ത്രേസ്യാക്കുട്ടി ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ക്യാൻസറാണ്. ഏതാണ്ട് 4ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞു. കീമോതെറാപ്പി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ചേച്ചി പള്ളിയിൽ ആദ്യത്തെ ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചിയുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, എങ്കിലും ചേച്ചി ഒരു സ്കാർഫുമിട്ട് പള്ളിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് എല്ലാവരോടും ഒരുമിച്ച് കൂടും. ഇതൊരു വിശ്വാസ സാക്ഷ്യമാണ്. ഇതുപോലെ നമ്മളുടെ ഇടയിൽ ഒത്തിരി പേര് വിശ്വാസം ജീവിക്കുന്നവരുണ്ട്. ഈ വിശ്വാസം ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുക, അവനൊരു ക്രിസ്ത്യാനിയാണ്, അവളൊരു ക്രിസ്ത്യാനിയാണ്. നമ്മളുടെ ജീവിതം കൊണ്ട് വേണം നമ്മൾ സഭയ്ക്ക് സാക്ഷ്യം നൽകാൻ. അപ്പോഴാണ് സഭ അമ്മയാവുക. നമ്മൾ സാക്ഷ്യം നൽകാത്ത അവസ്ഥയിൽ പരിശുദ്ധ പിതാവ് പറയുക, സഭ ആയയായിട്ട് തരംതാണു പോകും. അപ്പോൾ നമ്മളുടെ സഭ ഒരമ്മയാകണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യം അനിവാര്യമാണ്. നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ഒരു നല്ല അപ്പനായിട്ട് ജീവിക്കാൻ, നല്ലൊരു അമ്മയായിട്ട് ജീവിക്കാൻ, നല്ല ക്രിസ്തീയ കുടുംബത്തിലെ മക്കളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.